യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ തർക്കം തുടരുന്നു. നിലവിലെ കമ്മിറ്റിയിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിയെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നിർബന്ധിതരാകുമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിനെ അധ്യക്ഷനാക്കാനുള്ള അവസാനഘട്ട ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിലപാട് കടുപ്പിച്ച് ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പട്ടികയിൽ ഏറെ മുൻതൂക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ബിനു ചുള്ളിയിലിനെതിരെ ഐ ഗ്രൂപ്പ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ബിനുവിനെ അധ്യക്ഷനാക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ് മുമ്പോട്ട് വെക്കുന്നത് അബിൻ വർക്കിയുടെ പേരായിരുന്നു. അബിൻ വർക്കിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കമ്മിറ്റിയിൽ ഏറ്റവും അധികം വോട്ടുകൾ രണ്ടാമത് ലഭിച്ചത്. പക്ഷേ ജനാധിപത്യ രീതിയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ അബിൻ വർക്കിയെ തടഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാതിരുന്ന ബിനു ചുള്ളിയിലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി നടത്തുന്ന നീക്കം ഇതിന്റെ മെറിറ്റ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് ഐ ഗ്രൂപ്പ് നേതൃത്വം ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചിരിക്കുന്നത്. ഒരു കാര്യമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ തെറ്റുമെന്ന് പറഞ്ഞ് അബിൻ വർക്കിയുടെ സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് കൃത്യമായി അതിനോട് പ്രതികരിക്കേണ്ടി വരും, പരസ്യ പ്രതികരണം നടത്തേണ്ടി വരും. അതൊരു മുന്നറിയിപ്പായി നേതൃത്വത്തെ അറിയിക്കുകയാണ് എന്നാണ് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താൻ, അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത് സജീവമായി ഈ മൂന്ന് പേരുകൾ ചർച്ചയിൽ നിൽക്കുന്നതിനാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ കെ.എം. അഭിജിത്തിനെ അധ്യക്ഷനാക്കണമെന്ന നിലപാടിലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം അഭിജിത്ത് ഒരിക്കൽ തഴയപ്പെട്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹി പട്ടികയിലും കെ.എം. അഭിജിത്ത് ഉൾപ്പെട്ടിരുന്നില്ല. അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം സംസ്ഥാനത്ത് നിന്ന് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നടക്കും ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അഭിജിത്തിനെ തഴഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നീക്കമെങ്കിൽ അതിന് വലിയ തരത്തിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്നാണ് അഭിജിത്തിനെ അനുകൂലിക്കുന്നവർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ ബിനു ചുള്ളിയിലേക്ക് ഏറെക്കുറെ ഈ പേരുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഐ ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അബിൻ വർക്കിയുടെയും ബിനു ചുള്ളിയിലിന്റെയും കെ.എം. അഭിജിത്തിന്റെയും പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അവസാനവട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൽ മുതിർന്ന നേതാക്കളെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന നേതാക്കളെ ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒറ്റ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തിമവട്ട ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഡാൻ ഗുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.